നമസ്കാരം. 2026 ആര് വാഴും ആര് വീഴും? UDFന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ കോമഡിയായി മാറുമോ? മെയ് 4 ചരിത്രം വീണ്ടും തിരുത്തി കുറിക്കുമോ? പരിശോധിക്കാം കേരളം ഇക്കുറി ആർക്കൊപ്പമെന്ന്. 2011 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ നമുക്കൊന്ന് നോക്കി പോകാം. അന്ന് UDF അധികാരത്തിൽ വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ചുമതലയേൽക്കുന്നുമുണ്ട്. അന്നത്തെ സീറ്റ് നില എന്ന് പറയുന്നത് UDFന് 72ഉം LDFന് 68ഉമായിരുന്നു. ഭൂരിപക്ഷം വെറും 4 മാത്രം എന്നത് എടുത്തു പറയേണ്ടതാണ്. നേരിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് UDF അധികാരത്തിൽ എത്തുന്നത്. 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. 2016 LDF വലിയൊരു മുന്നേറ്റം നടത്തുന്നു. അതിനുശേഷം LDF അധികാരത്തിൽ വരുന്നു. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചുമതലയേൽക്കുന്നു. അന്നത്തെ സീറ്റ് നിലയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. LDFന് 91 സീറ്റുകൾ ലഭിക്കുന്നു. UDFനാകട്ടെ വെറും 47 സീറ്റുകൾ മാത്രം. ഒപ്പം NDA ഒരു അക്കൗണ്ട് കൂടി തുറക്കുന്നുണ്ട്. ഭൂരിപക്ഷം പരിശോധിച്ചാൽ 42ആണ്. അതായത് UDF അധികാരത്തിൽ വരുമ്പോൾ വെറും 4 സീറ്റുകൾ മാത്രമായിരുന്നു. അതായത് ഭൂരിപക്ഷം വെറും 4 ആയിരുന്നുവെങ്കിൽ ഇവിടെ LDF അധികാരത്തിൽ വരുമ്പോൾ 42 എന്ന വലിയൊരു സംഖ്യയിലേക്ക് നീങ്ങുന്നുണ്ട്. 2021 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വീണ്ടും LDF 2.0 സംഭവിക്കുന്നു. LDF അധികാരത്തിൽ വരുന്നു. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുന്നു. സീറ്റ് നില ആ തവണ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. LDFന്റെ സീറ്റ് 99, UDFന്റെ സീറ്റ് ആകട്ടെ 41. വീണ്ടും വലിയൊരു ഇടിവ് സംഭവിക്കുന്നു. ഒപ്പം NDAയുടെ അക്കൗണ്ട് അവിടെ പൂട്ടിക്കുന്നുണ്ട് LDF. ഭൂരിപക്ഷം 58. അതായത് LDFന്റെ സീറ്റ് വർദ്ധിക്കുന്നു, UDFന്റെ സീറ്റ് താഴ്ന്നു വരുന്ന കാഴ്ച. ചുരുക്കി പറഞ്ഞാൽ 2011 UDFന് ചെറിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞുവെങ്കിൽ 2016 LDF വലിയൊരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തുന്നു. 2021 അതിലേറെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തുന്നു. ഇനി 2026 പോകാം. അതിനു മുമ്പ് 2021 LDF നേരിട്ട ചില രാഷ്ട്രീയ പ്രതിസന്ധികളെ പറ്റി പറയാതെ വയ്യ. 2026 വലിയ ആരോപണങ്ങളും വിവാദങ്ങളും LDF സർക്കാർ നേരിട്ട നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അത്. മാധ്യമങ്ങൾ ഇടത് വിരുദ്ധത തൂകി UDFനെ അധികാരത്തിൽ എത്തിക്കാൻ ഗീബൽസ്യൻ തന്ത്രം പയറ്റി നുണക്കോട്ടകൾ കൊണ്ട് പ്രതിപക്ഷത്തിന്റെ കനകോലു മീഡിയകളായി മാറിയ സമയം. സ്വർണ്ണക്കടത്ത് വിവാദം, ലൈഫ് മിഷൻ വിവാദം, സ്പ്രിംഗർ വിവാദം തുടങ്ങിയ വിവാദങ്ങളും ആരോപണങ്ങളും വലിയ രീതിയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും കത്തിച്ചു നിർത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു 2021 നമ്മളൊക്കെ കണ്ടത്. ഓരോ വിവാദത്തിലും ആരോപണത്തിലും വ്യക്തമായ ഫാക്റ്റുകൾ നിരത്തി പ്രതിപക്ഷ അജണ്ടകൾ പൊളിച്ച് സഭയിൽ രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവിന്റെയും പുറത്ത് K സുരേന്ദ്രൻ എന്ന BJP അധ്യക്ഷന്റെയും അധികാരത്തിന് വേണ്ടിയുള്ള പിണറായി സർക്കാരിനെതിരെയുള്ള നുണക്കോട്ടകൾ LDFന് തുറന്നു കാട്ടി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുക്കാൻ, നേടിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ LDFന്റെ 91 സീറ്റ് എന്നത് 99 മാറുന്നുണ്ട്. ഒപ്പം BJP അക്കൗണ്ട് കൂട്ടിച്ച് ശിവൻകുട്ടി നേമത്ത് നിന്ന് സഭയിലെത്തിയതും പിണറായി 2.0 ഇരട്ടി മധുരമാണ് സമ്മാനിച്ചതെന്ന് പറയാതെ വയ്യ. 2026 2021 സാഹചര്യമേ അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ദുർബലനായ പ്രതിപക്ഷ നേതാവും മലയാളം പോലും നേരെ ചൊവ്വെ അറിയാത്ത BJP അധ്യക്ഷനുമായിരുന്നു പിണറായി സർക്കാരിനെതിരെ പിണറായിയെ താഴെയിറക്കാൻ ഇത്തവണ രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങിയത്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ നുണ പറഞ്ഞ് സർക്കാരിനെ താഴെയിറക്കാൻ നോക്കി ഏറിലും ട്രോളിലും കയറിയവരാണ് പ്രതിപക്ഷ നേതാവും BJP അധ്യക്ഷനും. പ്രതിപക്ഷം എന്നാൽ ബഹിഷ്കരണ പക്ഷമല്ലെന്നും സംസ്ഥാനത്തിനെതിരായി നിൽക്കേണ്ടവരല്ലെന്നും വികസന വിരോധികളല്ലെന്നും സതീശൻ മനസ്സിലാക്കണമെന്ന് ജനത്തിന് പറയേണ്ടി വന്ന ഒരു 5 വർഷമാണ് കടന്നുപോയത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ സർക്കാരിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷം ജനങ്ങളാൽ വിമർശിക്കപ്പെട്ട ടൈം എന്ന് പറയാതെ വയ്യ. എൽദോസിന്റെയും രാഹുലിന്റെയും വിൻസെന്റിന്റെയും ബലാത്സംഗ കേസുകൾ പ്രതിപക്ഷത്തെ വേട്ടയാടിയ 5 വർഷം. സഭയിൽ നുണ പറഞ്ഞതിന് സർക്കാർ നിയമസഭയിലിട്ട് പ്രതിപക്ഷത്തെ ജനമധ്യത്തിൽ തുറന്നുകാട്ടിയ 5 വർഷം. അപ്പോഴും ഈ സർക്കാരിന് വെല്ലുവിളി മാധ്യമങ്ങളും മാധ്യമങ്ങളിലെ സർക്കാർ വിരുദ്ധ വ്യാജ വാർത്തകളുമായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ 2026 സർക്കാരിനൊത്ത പ്രതിപക്ഷം മാധ്യമങ്ങൾ മാത്രമായിരുന്നു. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ സർക്കാരിനെതിരെ ചത്തുകിടക്കുന്ന പ്രതിപക്ഷത്തെ ഉണർത്താൻ കിങ് ലെയറിനെ ഞെട്ടിപ്പിക്കുന്ന വ്യാജ കഥകളാണ് പിണറായി സർക്കാരിനെതിരെ അഴിച്ചുവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFും മാധ്യമങ്ങളും പൊട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള വ്യാജ വാർത്ത പെട്ടെന്ന് തന്നെ പൊളിഞ്ഞതും സോണിയയും ശബരിമല കള്ളന്മാരും നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതും ഇതിനെതിരെ സഭയിൽ LDF സർക്കാർ നടത്തിയ ചോദ്യം ചെയ്യലുകളും ചർച്ചകളിൽ സതീശനെയും പ്രതിപക്ഷ MLAമാരെയും ഉത്തരം മുട്ടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗങ്ങളും പ്രതിപക്ഷത്തിന് വലിയ ക്ഷീണമുണ്ടാക്കി. ഇതോടെ മാധ്യമങ്ങളും ആ നുണയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പിന്നാലെ LDF BJP ഡീൽ കഥകളായി എത്തി. RSS പരിപാടിയിൽ സതീശൻ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വന്നതും സംഘപരിവാർ പിന്തുണയോടെ വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ UDF ഭരണം നടത്തുന്നതുമൊക്കെ ചർച്ചയായതോടെ അതും പൊളിഞ്ഞു. അതിനിടയിൽ ന്യൂനപക്ഷ വർഗീയതയും
ഭൂരിപക്ഷ വർഗീയതയും താലോലിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നുണ കൂടി സർക്കാർ പൊളിക്കുന്നുണ്ട്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആയിട്ടുള്ള UDF ബന്ധം തുറന്നു കാട്ടിയാണ് സതീശന്റെ ഇത്തരത്തിലുള്ള ഒരു നുണയടി ഇരട്ടത്താപ്പ് പൊളിച്ചടക്കിയത്. ഷിരൂരിലെ അർജുൻ വിഷയത്തിൽ കേരളത്തിനൊപ്പം നിൽക്കാതെ കർണാടകയ്ക്കൊപ്പം പ്രതിപക്ഷം നിന്നതും, പെൻഷൻ വാങ്ങുന്നവരെ കളിയാക്കിയതും, വയനാട് ദുരന്ത ബാധിതരെ പറ്റിച്ച് പുട്ടടിച്ചതും ജനം ചർച്ച ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിക്കക്കള്ളില്ലാതായപ്പോൾ പിണറായിസം, മരുമോനിസം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും വ്യക്തിഹത്യ നടത്തിയതുമൊക്കെ പ്രതിപക്ഷത്തിന് ഒരു രീതിയിൽ തിരിച്ചടിയായി എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. രാഷ്ട്രീയം പറയാനില്ലാതെ വരുമ്പോൾ വ്യക്തിഹത്യ നടത്തുന്ന നെറികെട്ട രാഷ്ട്രീയ ശൈലിയും UDFിൽ നിന്ന് ജനം ഇത്തവണ കണ്ടു എന്നുള്ളതാണ്. പിന്നെ അവസാന ഘട്ടത്തിൽ മാപ്രകളും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണ്. ഇതൊരു മാധ്യമ സൃഷ്ടിയും പ്രതിപക്ഷ സ്പോൺസേഡ് PR വർക്കും മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 75ഓളം മണ്ഡലങ്ങളിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. ഇവിടെ ഒരിടത്തും ഭരണവിരുദ്ധ വികാരമില്ല. എന്തിന്? കോൺഗ്രസും BJPയും കൈകോർത്ത് ആക്രമിക്കുന്ന മുഹമ്മദ് റിയാസിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒക്കെ മണ്ഡലത്തിൽ പോയി ബേപ്പൂരിലും ധർമ്മടത്തും ഇതൊന്നും ചർച്ചയല്ല. ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഭവം പോലും അവിടെ ചർച്ചയല്ല എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങൾ നുണ പറയുകയാണ്, പ്രതിപക്ഷവും നുണ പറയുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറിച്ച് 2021 പോലെ തന്നെ വികസനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുള്ളത്. പിണറായി വിജയന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, സ്ഥിരതയും ശക്തമായ ഭരണശൈലിയും, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ തുടർച്ചയായ ഇടപെടൽ, റോഡ്, IT വ്യവസായ പദ്ധതികൾ, ദീർഘകാല വികസന പദ്ധതികൾ, ഇതൊക്കെ ജനം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷം വല്ലതും വന്നാൽ നാട് മുടിയുമെന്ന ചർച്ചയാണ് ഉടനീളം സത്യത്തിൽ നടന്നിട്ടുള്ളത്. പെൻഷൻ മേടിക്കുന്നവരടക്കം UDF വരല്ലേ എന്ന് പരസ്യമായി പറയുന്ന കാഴ്ച നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയും ഇടിയും കാണേണ്ടി വരുമെന്നും അഴിമതിയും ഇരുണ്ട കാലവും തിരികെ വരുമെന്നും ജനം പറഞ്ഞത് കേട്ടു. ഇപ്പോ റിസൾട്ട് പോലും പുറത്തു വന്നിട്ടില്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇവർ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ, അടിയിടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, LDF 90 മുതൽ 95 സീറ്റ് വരെ ഒരു പക്ഷെ നേടിയേക്കാം. ഇനി UDFും മാധ്യമങ്ങളും പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ, ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്, ജനം ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് എന്ന് തന്നെ വിചാരിച്ചോ, എന്നാൽ പോലും 75-80 സീറ്റിൽ താഴെ പോകില്ല LDF എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഭരണ തുടർച്ച ഉറപ്പാണ്. UDF പ്രതിപക്ഷത്ത് തന്നെ തുടരും. LDF ഉണ്ടെങ്കിൽ മാത്രമേ വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ, നാട്ടിൽ വികസനം വരികയുള്ളൂ എന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം പറഞ്ഞത് മുഴുവൻ പ്രാവർത്തികമാക്കിയ ഒരു സർക്കാരാണെന്ന് കേരളം ഭരിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാം തന്നെ പ്രാവർത്തികമാക്കി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. എന്തിന്? പൂട്ടിക്കെട്ടലിന്റെ വക്കിൽ നിന്ന് KSRTC ലാഭത്തിലാക്കിയില്ല. അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് എടുത്തു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി LDF 3.0 സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ മുസ്ലിം ലീഗ് അടക്കം UDF വിട്ട് LDFിൽ എത്തിയേക്കാം. UDF തകർച്ചയിൽ പല കോൺഗ്രസ് നേതാക്കളും BJPയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വിജയിക്കുമെന്ന് കരുതി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടികൂടുന്ന KCയും ചെന്നിത്തലയും സതീശനും ഒക്കെ മെയ് 4-ന് ശേഷം ട്രോളിലും ഏറിലും നിറഞ്ഞ് ആടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ റിസൾട്ട് വന്ന ശേഷം വമ്പൻ പൊട്ടിത്തെറി BJPയിൽ സംഭവിക്കും. BJPയുടെ 10 സീറ്റുകൾ 2020 കൊടുത്തതും വോട്ട് പോലുമില്ലാത്ത ആളുകളെ സാബു സ്ഥാനാർത്ഥിയാക്കി പിന്നീട് സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വന്നതും ഒക്കെ BJPക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. സീറ്റുകൾ 2020 കൊടുത്ത് റീൽസ് താരങ്ങളെ അടക്കം സ്ഥാനാർത്ഥിയാക്കി അർഹതപ്പെട്ട നേതാക്കളെ രാജീവ് ചന്ദ്രശേഖർ തഴഞ്ഞു എന്നുള്ളതാണ് BJPയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന വിമർശനം. നേമത്തും പാലക്കാടും മഞ്ചേശ്വരത്തും UDF BJPയെ സഹായിച്ചാൽ സഭയിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് BJP സ്ഥാനാർത്ഥികളുള്ളത്. എന്നാൽ 2026-ൽ ഈ 3 മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്ത് എത്തിയാലും സഭ കാണാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എന്റെ കണക്കുകൂട്ടൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.